ഇന്നത്തെ മത്സരം ബംഗളൂരു മുംബൈ സിറ്റി FC മത്സരം ലൈവായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഫൈനലി ബംഗളൂരു മുംബൈ സിറ്റി മാച്ച് ഞാൻ വിചാരിച്ചൊരു കട്ട ഹെഡ് ടു ഹെഡ് മാച്ച് ആയിരിക്കുമെന്ന്. ബട്ട് ബംഗളൂരു FC അനായാസം ഈ ഒരു മത്സരം വിജയിക്കുകയാണ്. 5 ഗോളുകളാണ് അവർ ഈ മത്സരത്തിൽ നേടിയത്. സുരേഷ് സിംഗ് 9ാമത്തെ മിനിറ്റിൽ, എഡ്ഗർ മെൻഡസ് പെനാൽറ്റി 42ാം മിനിറ്റിൽ, റയാൻ വില്യംസ് 62ാം മിനിറ്റിൽ, സുനിൽ ഛത്രി 77ാം മിനിറ്റിൽ, അതുപോലെ നമ്മുടെ ഓർഹെ പെരേര ഡയസ് 83ാം മിനിറ്റിൽ. ആ ഒരു 5 ഗോളിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കുകയായിരുന്നു. സോ എന്തായാലും ഫുള്ളി ഒരു ആധിപത്യമായിരുന്നു നമ്മുടെ ബംഗളൂരു FC ഭാഗത്ത് നിന്ന്. അതായത് സീസണിൻ്റെ തുടക്കത്തിൽ കണ്ടൊരു ബംഗളൂരു FC നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. സോ എന്തായാലും നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ ബംഗളൂരു FC വേറെ ലെവലൊരു ടീം തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും ബംഗളൂരു FCയുടെ എതിരാളികളായിട്ട് എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നത് FC ഗോവയാണെന്ന് തോന്നുന്നു. സോ എന്തായാലും അതൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കാം. സോ എന്തായാലും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ബംഗളൂരു FCക്ക് എല്ലാവിധ ആശംസകളും. സോ എന്തായാലും അവരുടെ ഫാൻസ് എല്ലാം സ്റ്റേഡിയത്തിൽ വന്നിരുന്നു. അത് അവരുടെ എന്താ പറയുക അർമാദം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയായിരുന്നു. കാരണം വളരെ രസമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ, അതായത് കേരളത്തിൽ നിന്ന് ബംഗാളിൽ നിന്നും അല്ലാതെ മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ കൂടുതൽ ആരാധകർ വരുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഡിയാസ് ഗോൾ അടിച്ച് തന്നെയാണ്. സോ അടുത്ത കാണുന്നൊരു